ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. നാം അനേകം തവണ ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള വേദഭാഗമാണിത്. 18-ാം അധ്യായം 1 മുതൽ പരിശോധിച്ചാൽ മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നതിന് ന്യായരഹിതനായ ന്യായാധിപനും വിധവയും തമ്മിലുള്ള സംഭാഷണമാണ്. വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത ലോകത്തിലുള്ള സകല മനുഷ്യരെയും രണ്ടായി തരം തിരിക്കുന്നതായി കാണാൻ കഴിയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ൽ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരുടെയും ഉപമ, അതുപോലെ 25-ന്റെ അവസാനം കർത്താവിന്റെ വരവിങ്കൽ നന്മ ചെയ്യുന്നവരെയും ചെയ്യാത്തവരെയും വേർതിരിക്കുന്ന ഉപമ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നാം കാണുന്നത് പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയാണ്. 9 മുതൽ 14 വരെയുള്ള ഭാഗത്ത് ഏത് മനോഭാവത്തോടെ നാം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. പലരും ആത്മീക ജീവിതത്തിൽ വളരാത്തതിന്റെ പ്രധാന കാരണം എന്താണെന്ന് നമുക്ക് ഈ ഉപമയിൽ കൂടെ ചിന്തിക്കാം. പരീശൻ സ്വയനീതീകരണം അല്ലെങ്കിൽ ആത്മീയ അഹങ്കാരത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത്. മതപരമായി ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന പരീശൻ സ്വയം പെർഫെക്റ്റ് ആണ്, നീതിമാനാണെന്നാണ് സമർത്ഥിക്കുന്നത്. പ്രാർത്ഥനയിൽ തന്റെ പുകഴ്ചയും മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥന നമുക്കിവിടെ കാണാൻ കഴിയും. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ വ്യർത്ഥമായ കാഴ്ച കൊണ്ടുവരരുത്, ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അപ്രകാരമുള്ള പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇവിടെ നാം വായിക്കുന്നത്. ആന്തരികത നഷ്ടപ്പെട്ട, വിശ്വാസം നഷ്ടപ്പെട്ട പ്രവൃത്തി ഒരിക്കലും ഒരാളെ നീതീകരിക്കുകയില്ല. നാം പലപ്പോഴും ഈ വാക്കുകൾ അല്ലെങ്കിലും ഇതിലും പ്രകടമായ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ചുങ്കക്കാരന്റെ പ്രാർത്ഥന നാം വായിച്ചാൽ അവന്റെ യഥാർത്ഥമായ അവസ്ഥ ദൈവമുമ്പാകെ നിരത്തുകയാണ്. താനായിരിക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണെന്നാണ് അവൻ പറയുന്നത്. എളിമയോടെ അനുതാപത്തോടെയുള്ള പ്രാർത്ഥനയാണ് ദൈവം സ്വീകരിക്കുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. വിശ്വാസത്തിന്റെ മാതൃകയാണ് ചുങ്കക്കാരൻ. അവന് പറയുവാൻ പാരമ്പര്യമില്ല, നിയമാനുഷ്ഠാനങ്ങളില്ല. അവന്റെ ജീവിതാവസ്ഥകളിൽ എളിമയുള്ള മനസ്സ് നൽകുവാനായി പ്രാർത്ഥിക്കുന്നു. അവന്റെ ഹൃദയത്തിന്റെ ശൂന്യാവസ്ഥയിൽ ദൂരത്ത് നിന്നുകൊണ്ട് മാറിത്തടിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും യോഗ്യനല്ല എന്ന് സ്വയം താഴ്ത്തുകയാണ്. തന്നെത്താൻ താഴ്ത്തുന്നവരെല്ലാം ഉയർത്തപ്പെടുമെന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. കരയുന്നവരോട് അനുകമ്പം തോന്നുന്ന ദൈവം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിനവയിലെ ജനങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ മാനസാന്തരത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തിൽ നിന്നും അവരെ വിടുവിച്ചു. ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയെന്ന് 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. നമുക്കും നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കരുതുവാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരുടെ നന്മ കാണുവാൻ നമുക്ക് സാധിക്കണം. യേശു ക്രിസ്തു നമ്മെ കാട്ടിത്തന്നതും അതുതന്നെയാണ്. ഈ നൊയമ്പിന്റെ നാളുകൾ നമ്മെ പാകപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ ശൈലി നാം പാടെ ഉൾക്കൊള്ളണം. ഒരു പുതു സൃഷ്ടിയായി നാം രൂപപ്പെടണം. അപ്പോൾ നൊയമ്പ് നമുക്ക് അർത്ഥവത്തായി തീരും. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.